കറക്റ്റായിട്ട് കെയർ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പെൻസീവ് ഡ്രസ്സുകൾ 2 വാഷിന് ശേഷം വീട്ടിലിടേണ്ടി വരും. നമുക്കെല്ലാവർക്കും ബീഡ്സ് വർക്കും സീക്വൻസ് വർക്കും ഒക്കെയുള്ള വസ്ത്രങ്ങളുണ്ടാവും. 2 യൂസിന് ശേഷം അല്ലെങ്കിൽ ഒരു വാഷിന് ശേഷം വസ്ത്രത്തിൻ്റെ കളർ പോകുന്നതായും ബീഡ്സ് വർക്കിൻ്റെ സ്റ്റിച്ചിങ് പോകുന്നതായും കാണാം. ഒരു പരിധിവരെ ഇവ എങ്ങനെ ടേക്ക് കെയർ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. വാഷിംഗ് കെയർ. വാഷിംഗ് മെഷീൻ, ഹോട്ട് വാട്ടർ, ഹെവി ഡിറ്റർജൻറ്റ്സ് ഇവയൊന്നും യൂസ് ചെയ്യാതിരിക്കുക. പ്രൊഫഷണൽ ഡ്രൈ ക്ലീനിങ് ആണ് ഹെവി വർക്ക്സിന് ഏറ്റവും നല്ലത്. അത് പറ്റിയില്ലെങ്കിൽ മൈൽഡ് ലിക്വിഡ് ഡിറ്റർജൻറ്റ്സ്, ഷാംപൂവിൽ, കോൾഡ് വാട്ടറിൽ വസ്ത്രങ്ങൾ ഇൻസൈഡ് ഔട്ട് ആയിട്ട് 2 to 3 മിനിറ്റ്സ് സോക്ക് ചെയ്ത് വെക്കുക. അതിനുശേഷം സ്ക്രബ് ചെയ്യാതെ നൈസായിട്ട് വാഷ് ചെയ്തെടുക്കുക. ഡ്രൈയിങ്. വാഷ് ചെയ്ത ഉടനെ വസ്ത്രങ്ങൾ ഹാങ് ചെയ്ത് ഉണങ്ങാൻ ശ്രമിക്കാതിരിക്കുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ വസ്ത്രങ്ങളിലെ ബീഡ്സ് ആൻഡ് സീക്വൻസ് വർക്കൊക്കെ താഴേക്ക് സ്ട്രെച്ചായി പോകാനുള്ള ചാൻസുകൾ വളരെ കൂടും. ഇതുപോലെ തന്നെ ഡയറക്റ്റ് സൺലൈറ്റിൽ വസ്ത്രങ്ങൾ ഉണങ്ങാതിരിക്കുക. അയണിങ്. ഇൻസൈഡ് ഔട്ടായിട്ട് ലോ ഹീറ്റിൽ അയൺ ചെയ്യുക. ഡയറക്റ്റ് ബീഡ്സിന് മേലെ അയൺ ചെയ്യാതിരിക്കുക. വിയറിംഗ് ടിപ്സ്. പെർഫ്യൂംസ് അല്ലെങ്കിൽ ഡിയോഡ്രൻസ് ബീഡ്സിന് മേലെ ഡയറക്റ്റ് കോൺടാക്റ്റിൽ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. ബാഗ്സ് അല്ലെങ്കിൽ ജ്വല്ലറീസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ നൂലുകൾ വലിയാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഫാബ്രിക് ഗ്ലൂ ഉപയോഗിക്കാതിരിക്കുക. മാച്ചിങ് ആയിട്ടുള്ള നൂലുകൾ കയ്യിൽ കരുതുക. ഫോർ മോർ വീഡിയോസ് ലൈക്ക് ദിസ്, ഫോളോ വസ്ത്രമാൻ.